മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ ഇന്നും ദൗത്യത്തിന് തിരിച്ചടി. ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് 7 നോട്ട്സിൽ കൂടുതലായതാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്. അതിനിടെ രക്ഷാപ്രവർത്തന പുരോഗതി വിലയിരുത്താൻ ഉച്ചയോടെ അവലോകന യോഗം നടക്കും. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരെ കർണാടക സർക്കാർ പുരോഗതി ധരിപ്പിക്കും. യോഗത്തിന് ശേഷമായിരിക്കും തിരച്ചിലുമായി ബന്ധപ്പെട്ട് അടുത്ത നടപടികൾ കൈക്കൊള്ളുക. അതിനിടെ ദുരന്ത മേഖലയിലേക്ക് മാധ്യമങ്ങളെ കടത്തിവിടാൻ തീരുമാനമായി. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. ഷഫീദ് റാവുത്തറും ഹാഷ്മി താജ് ഇബ്രാഹിമും. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, ഇന്നലെ നമ്മൾ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്ത് ദുരന്ത മേഖലയിലേക്ക് പോയിരുന്നു, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നിടത്തേക്ക്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്കൊക്കെ അവിടെ പ്രവേശനമുണ്ട്. ഇന്നലെ നടന്നതിൽ നിന്ന് കൂടുതലായി അവിടെ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? മണ്ണ് മാറ്റുന്ന ആ ജോലിയാണോ ഇപ്പോൾ നടക്കുന്നത്, പ്രത്യേകിച്ച് ചായക്കട കേന്ദ്രീകരിച്ച്? ഉറപ്പായും അനുജ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ രാത്രി കാണുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ത്വരിതഗതിയിൽ മണ്ണുമാറ്റൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുമ്പോൾ സാനി എക്സ്കവേറ്ററും മറ്റ് ഒരു ചെറിയ JCB കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ കൂടുതൽ പ്രൊക്രൈനുകൾ ഉപയോഗിച്ചുകൊണ്ട്, കൂടുതൽ ടിപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണുമാറ്റൽ വളരെ ത്വരിതഗതിയിൽ നടക്കുകയാണ്. അതേസമയം ഗംഗാവാലിപ്പുഴയിലേക്ക് നോക്കിയാൽ അനുജ, ഇതിൽ ആകെയുള്ളൊരു പ്രത്യാശാഭരിതമായ സാഹചര്യം ഇവിടെ ഈ അപകട ആദ്യം നേരത്തെ രക്ഷാപ്രവർത്തനം നടക്കുന്നയിടത്ത് നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുകയാണ് ഹാഷ്മി താജ് ഇബ്രാഹിം. അവിടെ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ സാഹചര്യം. ചായക്കട കേന്ദ്രീകരിച്ചുള്ള പരിശോധന. ചായക്കടയിലേക്ക് അർജുൻ കയറിപ്പോയിട്ടുണ്ടാകുമോ എന്നൊരു നിഗമനം അത് ഇന്നലെ തന്നെ കാർവാർ SP 24മായി പങ്കുവച്ചിരുന്നു. 8 പേരാണ് ചായക്കടയിൽ ആകെ ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ അർജുനാകുമോ എന്ന സംശയം, ലോറിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളതിൽ സംശയം ഉയർന്നിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണിപ്പോൾ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, തുടരൂ. അനുജ, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ മണ്ണുമാറ്റൽ പരിശോധന സജീവമായി നടക്കുകയാണ്. ഇവിടെ ഈ പുഴയിൽ, ഗംഗാവാലിപ്പുഴ അല്പസമയം മുൻപ് ഡ്രോൺ സംഘം അതിൻ്റെ പരിശോധനകൾ തുടരുന്നുണ്ട്. മനുഷ്യ സാന്നിധ്യം തേടി തന്നെയാണ് പരിശോധന. ഈ റഡാർ ഇവിടുന്ന് ഉയർന്നു പൊങ്ങി നദിയുടെ മുകൾ പരപ്പിലേക്ക് ഇവിടുന്ന് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. നേരിട്ട് വളരെ അടുത്ത് നമ്മൾ കണ്ടു. ഏതെങ്കിലും തരത്തിൽ ഈ സ്പോട്ട് 3 എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ട്രക്കിന്റെ ക്യാബിനുണ്ട് എന്ന് സംശയിക്കുന്നത്. ആ ട്രക്കിന്റെ ക്യാബിനുള്ളടുത്ത് കൂടുതൽ ആഴത്തിലുള്ള ഒരു പരിശോധനയ്ക്കാണ് ഇപ്പോൾ ഇന്നത്തെ ആ ഡ്രോൺ പരിശോധന ലക്ഷ്യം. പക്ഷേ അപ്പോഴും നമുക്ക് പറയാൻ കഴിയുക അനുജ, നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ചോദ്യം ട്രക്കിന്റെ ക്യാബിൻ എവിടെ എന്നുള്ളതല്ല, നമ്മുടെ ചോദ്യം അർജുൻ എവിടെ എന്നുള്ളതാണ്. ആ അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഈ 11ാം നാളും കാര്യമായ ഉത്തരം ഇപ്പോഴും കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ ദൗത്യസംഘം പണിയെടുക്കുന്നില്ല എന്ന് പറയാനേ കഴിയില്ല. അസാധ്യമാവണ്ണം 24/7 റൗണ്ട് ദ ടേബിൾ, റൗണ്ട് ദ ക്ലോക്ക് അവർ പണിയെടുക്കുകയാണ്. പക്ഷേ അങ്ങേയറ്റം പ്രതികൂലമായ കാലാവസ്ഥ. ഇപ്പോൾ ഒരു വെയിൽ തെളിഞ്ഞൊന്നും കാര്യമില്ല. ഇന്നലെ രാത്രിയൊക്കെ ഇതിൻ്റെ മലയോര മേഖലകളിൽ അതിഭീകരമായ മഴയായിരുന്നു. ആ മഴയുടെ വെള്ളം ഒലിച്ചിറങ്ങി ഈ ഗംഗാവാലിപ്പുഴയിലെ ഈ അടിയൊഴുക്ക് ഭയങ്കരമാണ്. NDRFന്റെ ബോട്ടൊക്കെ നദിയിലൂടെ പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയോ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതിനെ ഒരു പരിപൂർണതയിലേക്ക്, അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കാൻ ഈ സംഘങ്ങൾക്കൊന്നും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്പസമയം മുമ്പ് ഒരു നേവിയുടെ ബ്ലാക്ക് ഡിങ്കി ബോട്ട് നമ്മൾ കണ്ടിരുന്നു. ആ ഡിങ്കി ബോട്ട് ലക്ഷ്യം റിസ്ക് അനാലിസിസ് ആണ്. അവിടെ ഒഴുക്ക് പരിശോധിക്കലാണ്. ഒഴുക്ക് പരിശോധിക്കുമ്പോഴാണ് 7 നോട്ടോളം ഇപ്പോഴും ഒഴുക്കാണ്. 2 to 3 നോട്ടിലേക്ക് എത്താതെ ഏതെങ്കിലും നാവികസേനാംഗത്തിന് അതിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഒരു നാവികസേനാംഗമെങ്കിലും ജമ്പ് ചെയ്തുകൊണ്ട്, ഡൈവ് ചെയ്തുകൊണ്ട് അതിനുള്ളിലേക്ക് പോയി. ഈ സ്പോട്ട് 3യിൽ കാണുന്ന ട്രക്ക് അത് ക്യാബിൻ തന്നെയാണോ? ക്യാബിൻ ഇപ്പോഴും ആ സ്പോട്ട് 3യിൽ ഹോമോജീനിയസ് ആയ ചില കാര്യങ്ങൾ എന്നതല്ലാതെ അത് ട്രക്ക് എന്ന് വിലയിരുത്തുന്നില്ല, ട്രക്കിന്റെ ക്യാബിൻ എന്ന് വിലയിരുത്തുന്നില്ല. ഏറ്റവും ഒടുവിൽ വന്ന ഡ്രോൺ പരിശോധന റിപ്പോർട്ടിലും. അപ്പോൾ ട്രക്കാണെന്ന് അത് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഓരോ മണിക്കൂർ അവർ വെച്ചിട്ട് ഇതിന്റെ റിസ്ക് അനാലിസിസ്, ഒഴുക്ക് എത്രത്തോളം കുറവുണ്ട് എന്ന് നോക്കുന്നുണ്ട് നാവികസേനാംഗങ്ങൾ. അതിനിടയിലാണ് ഇന്നലെ കാർവാർ SP നമ്മളോട് പറയുന്ന കാര്യം, ഈ അർജുൻ ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് സംശയം. ഒരു ദൃക്സാക്ഷി മൊഴിയാണ്. അനുജ, ഓർത്തു നോക്കണം, 10 നാളുടെ പരിശോധനയും കഴിഞ്ഞ് 11ാം നാളിലാണ് അങ്ങനെ ഒരു സംശയം ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്, ജില്ലാ പോലീസിന് ബലപ്പെടുന്നത്. അതിന് കാരണം ദൃക്സാക്ഷി മൊഴിയാണ്. ആ ദൃക്സാക്ഷി മൊഴി എന്ന് പറഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റ് കാണുന്ന ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഈ ദൃക്സാക്ഷി മൊഴി എന്നത് കൂടാതെ ഹാഷ്മി, ഇപ്പോൾ ഇന്നലെ നടത്തിയ പരിശോധനയിൽ, ഐബോർഡ് പരിശോധനയിൽ ശരീരോഷ്മാവ് ഉള്ളതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് സജീവ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ലോറിയുള്ള മേഖലയിൽ എന്നതുകൂടി ഇതിനൊരു കാരണമായി നമുക്ക് കരുതാമോ? ഉറപ്പായും എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി
ഒരു വളരെ ഹെക്ടിക്കായ പരിശോധനയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഗംഗാവലി പുഴ രാത്രി വൈകുമ്പോഴേക്കും അതിന്റെ ഊഷ്മാവ് കുറഞ്ഞ ഒന്ന് തണുത്തുറയും. ആ സമയത്ത് ജീവനുള്ള ഒരു മനുഷ്യന്റെ ശരീരം പുറപ്പെടുവിക്കുന്ന ഊഷ്മാവ് പിടിച്ചെടുക്കുന്ന തെർമൽ അനലൈസർ ഉപയോഗിച്ചായിരുന്നു ഇന്നലെ രാത്രി വൈകി നടന്ന പരിശോധന. പക്ഷേ ആ പരിശോധനയിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശരീര സാന്നിധ്യം എന്നുള്ളതല്ല, ഈ പറഞ്ഞ സ്പോട്ട് 1, സ്പോട്ട് 2, സ്പോട്ട് 3 യുടെ ഈ സ്പോട്ടുകളിലെ കാര്യങ്ങൾ, സ്പോട്ട് 2 കുറച്ച് ലോഹഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നു എന്നതല്ലാതെ അതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായി സ്പോട്ട് 3 കാര്യങ്ങൾ ഹോമോജീനസ് ആയി ഏകദാനമായി കിടക്കുന്നു എന്നതല്ലാതെ കാര്യമായ ഒരു ഉത്തരം ഇന്നലെ രാത്രി നടന്ന പരിശോധനയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നും ആ ഡ്രോൺ പരിശോധന തുടരുകയാണ്. അവിടെ ഒരു മനുഷ്യ സാന്നിധ്യമില്ല എന്ന് ഇന്നലത്തെ കാർവാർ എസ്പിയുടെ വാക്കുകൾ വരികൾക്കിടയിൽ കൂടി വായിക്കുമ്പോൾ നമുക്ക് തോന്നലാണോ എന്നറിയില്ല. ഒരു മനുഷ്യ സാന്നിധ്യമില്ല എന്നുള്ള കാര്യം ഈ ജില്ലാ പോലീസ് ഏതാണ്ട് അവർക്ക് തോന്നുന്ന പോലെ തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി മുതലാണ് ഈ പരിശോധന എന്ന് പറഞ്ഞാൽ വീണ്ടും കര കേന്ദ്രീകരിച്ചുള്ള ആഴത്തിൽ കുഴിച്ചുള്ള പരിശോധന കൂടുതൽ സജീവമാകുന്നത് ഇന്നലെ രാത്രി മാത്രമാണ്. കാര്യം ഒരു 7-ാം നാളൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഈ കരയിലെ അന്വേഷണം ഏതാണ്ട് പൂർണ്ണമായി തന്നെ വൈൻഡപ്പ് ചെയ്ത് ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചുള്ള പൂർണ്ണമായി 100% ഗംഗാവലിയിലേക്ക് നമ്മുടെ പരിശോധന കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നതാണ്. എന്തായാലും അത് മാറുന്നു. ഇപ്പൊ ഇന്ന് വീണ്ടും സ്ട്രാറ്റജി മാറുമ്പോൾ അത് പുഴയിലും കരയിലും ഏതാണ്ട് ഒരുപോലെ ഏതാണ്ട് ഒരേ പ്രാധാന്യത്തിൽ പരിശോധനയാണ്. അതിന്റെ അർത്ഥം അർജുനെയും ഈ പുഴക്കരയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ജില്ലാ പോലീസ് എന്നുള്ളതാണ്, അന്വേഷണ ഈ ദൗത്യസംഘം എന്നുള്ളതാണ്. അതിനുള്ള കൃത്യമായ കാര്യകാരണങ്ങൾ അല്പസമയത്തിനകം ഒരുപക്ഷെ ദൗത്യസംഘം മാധ്യമങ്ങളെ കണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ ഈ മൊഴി കേന്ദ്രീകരിച്ചുള്ള മുന്നോട്ട് പോകലാണ്. ലക്ഷ്മണന്റെ കടയിൽ ഉണ്ടായിരുന്ന 4 പേരിൽ 3 പേരുടെ കാര്യങ്ങൾ കിട്ടി. ബാക്കി ഒരാൾ ആര്, അത് അർജുനാണോ എന്ന ചോദ്യം ഉയർത്തുകയാണ്. അത് പറയുന്നത് കാർവാർ എസ്പിയും കാർവാർ MLA ഒക്കെയാണ്. അവർ ഏതെങ്കിലും അഭ്യൂഹങ്ങൾ പറയില്ല. അനുജ, എന്തായാലും 11-ാം നാൾ നമ്മൾക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എവിടെ, ലോറി എവിടെ, ക്യാബിൻ എവിടെ എന്നുള്ളതല്ല, നമ്മുടെ അർജുൻ എവിടെ എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുന്നു. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് മുന്നിൽ ഇപ്പോഴും അനിശ്ചിതത്വം, ഉത്തരമില്ലായ്മ ദൗത്യത്തിന്റെ 11-ാം നാളും. അർജുൻ എവിടെ എന്ന ചോദ്യം അത് ഇപ്പോഴും വലിയൊരു ചോദ്യമായി തന്നെ നമുക്ക് മുന്നിൽ നിൽക്കുന്നു. മണ്ണ് മാന്തിയുള്ള പരിശോധന, അത് ലക്ഷ്മണന്റെ കട കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ കണ്ടതിനേക്കാൾ കൂടുതൽ യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്.